അംഗമായ ഇർഫാൻ നമ്മോടൊപ്പം ഉണ്ട്. നാരായണേട്ടനെ ഏറ്റെടുക്കുമ്പോഴുള്ള കാര്യം എങ്ങനെയായിരുന്നു? അത് നമുക്ക് ഷെരീഫ് മെമ്പർ സുഹൃത്തുക്കളെ, ഇർഫാന ഇക്ബാൽ ഒരു മുസ്ലിം ലീഗിന്റെ ഒരു എന്താ പറയാ മെമ്പറാണ്. ജില്ലാ പഞ്ചായത്ത് അംഗമായ ഇർഫാൻ നമ്മോടൊപ്പം ഉണ്ട്. നാരായണേട്ടനെ ഏറ്റെടുക്കുമ്പോഴുള്ള കാര്യം എങ്ങനെയായിരുന്നു? അത് നമുക്ക് ഷെരീഫ് മെമ്പർ മീഞ്ച പഞ്ചായത്തിന് ഷെരീഫ്. എന്റെ സുഹൃത്തുക്കളെ, നാരായണേട്ടനെ ഏറ്റെടുക്കുക, അതും ഇർഫാന ഇക്ബാൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീ. ഈ രണ്ടുപേരും ഇപ്പോൾ നമ്മുടെ കേരളത്തില്, സോറി കേട്ടോ, നമ്മുടെ ഇന്ത്യയിൽ ഒരു ഗംഭീര ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ പല ഹാൻഡിലുകളിലും ഇതിങ്ങനെയൊക്കെ സാധ്യമാവുമോ എന്ന രീതിയിലെ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ ഒന്ന് രണ്ട് പോസ്റ്ററുകൾ ഇങ്ങനെയാണ് കറങ്ങിടക്കുന്നത്. അതൊന്നിങ്ങനെയാണ്: മുസ്ലിം വുമൺ പെർഫോംസ് ലാസ്റ്റ് റിച്വൽസ് ഓഫ് ഹിന്ദു എക്സ് RSS വർക്കേഴ്സ് ഫാമിലി റെഫ്യൂസ് ടു ക്ലെയിം ബോഡി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. കണ്ടില്ലേ? എന്താ അതിന്റെ മലയാളം? ഒരു മുൻ RSS പ്രവർത്തകന്റെ ഭൗതിക ശരീരം ബന്ധുക്കൾ ഏറ്റെടുക്കാത്തതുകൊണ്ട് ആ ബോഡി ഏറ്റെടുത്ത് ഹിന്ദു മതാചാരപ്രകാരം സംസ്കരിച്ചിരിക്കുന്നു കേരളത്തിലെ ഒരു മുസ്ലിം സ്ത്രീ എന്ന രീതിയിലാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ നമ്മുടെ ഇന്ത്യ മുഴുവൻ അങ്ങോട്ട് ചർച്ചയാവുന്നത്. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു മുൻ RSS പ്രവർത്തകനായിരുന്നു എന്നുള്ളതാണ്. മുൻ RSS പ്രവർത്തകൻ, നാരായണൻ എന്നാണ് പേര്, 64 വയസ്സ്, ഒരു ഫോർമർ RSS വർക്കറായിരുന്നു. ഡൈഡ് ഓഫ് ക്യാൻസർ ഇൻ കോഴിക്കോട് ഹോസ്പിറ്റൽ. ഹിസ് 2 വൈഫ്, 2 ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, സിസ്റ്റർ ഉണ്ട്. ഇവരാരും ഇയാളെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. കാരണം ഇയാളുടെ നല്ല കാലഘട്ടത്തിൽ അത്രത്തോളം മോശമായിരുന്നു ഇദ്ദേഹത്തിന്റെ വയലന്റ് പാസ്റ്റ് ആയിരുന്നതിനാൽ അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്യൂബ് ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു പേജിൽ വന്നിരിക്കുന്നത്. സോ ഇർഫാൻ ഇക്ബാൽ സ്റ്റെപ്ഡ് ഫോർവേഡ് ലിത്ത് ദ ഫ്യൂണറൽ പെയർ. അവസാനം നമ്മുടെ ഇർഫാൻ ഇക്ബാൽ വരുന്നു. ആ നാരായണേട്ടന് അദ്ദേഹം RSS കാരനാണോ, അദ്ദേഹം ഒരു മോശപ്പെട്ട ഒരു മനുഷ്യനാണോ, അയാൾ ഹിന്ദു ആണോ, ഒന്നും ആലോചിക്കുന്നില്ല. ഇവൻ താനൊരു മുസ്ലിം ആണല്ലോ എന്ന ചിന്ത അങ്ങനെയൊന്നും ഇവർക്കില്ല. ഇവിടെയാണ് കേരളം, ഈ കേരളത്തെക്കുറിച്ച് ഇറങ്ങുന്ന എന്ത് തരത്തിലുള്ള എന്താ പറയാ കേരള സ്റ്റോറികളെയും തകർക്കുന്ന രീതിയിലുള്ള ചില വാർത്തകളൊക്കെ വരുന്നത്. താങ്ക് യു ഇർഫാൻ ഇക്ബാൽ എന്ന് പറയുന്നത് എനിക്ക് അവരോട് നന്ദി പറയാൻ തോന്നുന്നു. കാരണം ആ നിമിഷത്തില് ഒരു മടിയും കാട്ടാതെ ആ ഒരു മനുഷ്യനെ ഏറ്റെടുക്കുന്നു. അദ്ദേഹത്തോട് കൊടുത്ത വാക്കിന്റെ പ്രകാരം അദ്ദേഹത്തിന് അസുഖം മാറിക്കഴിഞ്ഞാൽ ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാമെന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്. പക്ഷെ അതൊന്നും മാറ്റാൻ കഴിഞ്ഞില്ല. അവസാനം അവർ മരണപ്പെട്ടപ്പോൾ ഹിന്ദു മതാചാര പ്രകാരം അവരടക്കം ചെയ്യാൻ മുന്നിൽ നിന്നത് ഈ ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ളത് അഭിമാനത്തോടെ കേരളം ഓർക്കുക തന്നെ ചെയ്യും, ഓർക്കണം എന്നുള്ളതാണ്. കാരണം അത്രയേറെയാണ് നമ്മുടെ നാട്ടില്, നമ്മുടെ ഇന്ത്യയില്, ഈവൻ കേരളത്തിലും മുസ്ലിങ്ങൾക്കെതിരെയുള്ള ചില വർത്തമാനങ്ങൾ, മുസ്ലിങ്ങൾ മുഴുവൻ എന്തോ ഒരു വലിയ പ്രശ്നക്കാരാണ് എന്ന രീതിയിലുള്ള ചില വാർത്തകളൊക്കെ പടച്ചുകൊണ്ടേയിരിക്കുന്നത്, ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് ഇത്തരം ചില വാർത്തകളൊക്കെ വരുമ്പോൾ അതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക തന്നെ വേണം. ഇപ്പൊ തന്നെ ഇദ്ദേഹം മരിച്ചുപോയ ആള് ഒരു മുൻ RSS പ്രവർത്തകനായിരുന്നു എന്നുള്ളത് സഹിക്കവയ്യാത്ത കുറെ ആളുകളുണ്ട്. പ്രധാനമായിട്ടും ജനൻ TV പോലുള്ള വാർത്തകളാണ്. നിങ്ങൾ ഇനി ആ ജനൻ TVയുടെ വാർത്ത ഒന്ന് കേൾക്കണം കേട്ടോ. കാസർഗോഡ് ഉപ്പളയിലെ നാരായണന്റെ സംസ്കാരത്തിൽ പച്ചക്കള്ളം പ്രചരിപ്പിച്ച് ഒരു വിഭാഗം മാധ്യമങ്ങൾ. RSS പ്രവർത്തകന്റെ സംസ്കാരം മുസ്ലിം വനിത നടത്തിയെന്നത് ലീഗിന്റെ രാഷ്ട്രീയ കളി. നാരായണന്റെ സംസ്കാര ചെലവ് താങ്ങാൻ കുടുംബത്തിന് കഴിയാത്തതിനാൽ ജനപ്രതിനിധികൾക്ക് വിട്ടു നൽകി. സേവാഭാരതി മംഗൽപാടി സമിതി അധ്യക്ഷൻ രഘു ചെറുകോളിയാണ് നാരായണനായി ചിതയൊരുക്കിയത്. മൃതദേഹത്തെ വെച്ച് രാഷ്ട്രീയ ലാഭമെടുക്കാനുള്ള എന്താ അല്ലേ എന്റെ സുഹൃത്തുക്കളെ? ഈ വാർത്ത വരുന്നത് മലൻ ചാനലിൽ നിന്നാണ്, ജനൻ ചാനലിൽ നിന്നാണ് ഈ ഒരു വാർത്ത വരുന്നത്. അവർ പറയുന്നത് സേവാഭാരതിയുടെ ആംബുലൻസിലാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഞാൻ ഇനി ഒരു വീഡിയോ കാണിച്ചു തരാം. ഇതിൽ എവിടെയാ സേവാഭാരതിയുടെ ആംബുലൻസ്? നിങ്ങൾക്ക് ആംബുലൻസ് കാണാം. ഇതാ നാരായണേട്ടനെ ഏറ്റെടുക്കുമ്പോഴുള്ള കാര്യം എങ്ങനെയായിരുന്നു? അത് നമുക്ക് ഷെരീഫ് മെമ്പർ മീഞ്ച പഞ്ചായത്തിന് ഷെരീഫ് മെമ്പർ നമുക്ക് വിളിച്ചു. ഇന്ന വ്യക്തി, നാരായണൻ എന്ന വ്യക്തി അവിടെ. നിങ്ങൾക്ക് അവിടെ നിർത്ത്, അവിടെ ഒറ്റ മിനിറ്റ്. ഇവിടെ നിങ്ങൾക്ക് ആംബുലൻസ് കാണാം. ഈ നാരായണനെ കൊണ്ടുവന്ന ആംബുലൻസ് ആണ്. സേവാഭാരതിയുടെ ആംബുലൻസ് ആണെങ്കിൽ അതിന്റെ മുകളിൽ കൃത്യമായിട്ടും സേവാഭാരതി എന്ന് എഴുതും. അതല്ല, ഇതെന്താ ഫനെ അങ്ങനെ എന്തോ ഒരു പേരാ എഴുതിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു കള്ളവും സംഘികൾക്കേ ആ ഒരു കള്ളവും കേരളത്തില്
പൊളിഞ്ഞു വീഴുന്നു എന്നർത്ഥം. കാരണം അവരെ ഏറ്റെടുത്തിട്ട് ആ ഒരു ഭൗതിക ശരീരം അടക്കം ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഇതിങ്ങനെ വാർത്തയാവുമെന്ന് വിചാരിച്ചില്ല. വാർത്തയായപ്പോ പിന്നെ രക്ഷപ്പെടണ്ടേ? അതും അവരുടെ മുൻ RSS പ്രവർത്തകനല്ലേ. അവരൊരു മുസ്ലിമൊക്കെ കൊണ്ടുപോയിട്ട് അടക്കം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ശിവ സഹിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ ആ വാർത്തകൾ എങ്ങനെയെങ്കിലൊക്കെ വളച്ചൊടിക്കണം. ഇനി മെമ്പർ കൃത്യമായിട്ട് കാര്യം പറയുന്നുണ്ട്, ഇവരെങ്ങനെയാണ് ഇടപെട്ടത് എന്ന് പോലും പറയുന്നുണ്ട്. കേട്ടോക്ക്. അപ്പോൾ നിങ്ങൾക്ക് അവരെ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ച് നമ്മളെ ഫോൺ കോൾ ചെയ്തത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ആ ഒരു വ്യക്തി ആ ഒരു സാഹചര്യത്തിലല്ലായിരുന്നു, ആ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലായിരുന്നു അദ്ദേഹം. ഇവിടെ കൊണ്ടുവന്ന് ഈ ഓൾഡ് ഏജ് ഹോമിൽ നിർത്തുന്ന ഒരു കണ്ടീഷനിലല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ കളക്ടറെ കോൾ ചെയ്തു. അവിടുന്ന് പിന്നെ മെഡിക്കൽ സൂപ്രണ്ടിനെ വിളിച്ചു, ഇൻഫോർമേഷൻ കൊടുത്തു. ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ പെരിയാർ മെഡിക്കൽ കോളേജിൽ അവർ ഷിഫ്റ്റ് ചെയ്തു. കൊണ്ടുവന്ന സമയത്ത് പോലും നമുക്ക് ചുറ്റുവട്ടത്തുള്ള ആരുടെ സപ്പോർട്ടോ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. നമ്മളെ കോർഡിനേറ്റേഴ്സാണ് അവരെ ക്ലീൻ ചെയ്തത്. കൃത്യം ഇവിടെ പറഞ്ഞില്ലേ, ചുറ്റുഭാഗത്തോ ആരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടായില്ല എന്ന് ആ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൃത്യമായിട്ടും പറയുന്നു. അവരുടെ കോർഡിനേറ്റേഴ്സാണ് അവരെ ക്ലീൻ ചെയ്തതും മറ്റും. അതിന്റെ വീഡിയോ കൂടി കാണിച്ചു തരാം. എങ്ങോട്ടും പോവല്ലേ, ആ വീഡിയോ കൂടി കാണിച്ചു തന്നിട്ട് കണ്ടിട്ട് നിങ്ങൾ പോയാൽ മതി. കേക്ക്. മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോയത്. പിന്നെ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് അവർ സേവാഭാരതിയുടെ എന്താണ് ആംബുലൻസ് അവിടെ നിൽക്കുന്നത് കേട്ടോ. എനിക്ക് ക്യാൻസറിന്റെ. അതുകൊണ്ട് തന്നെ ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മളതും സമ്മതിച്ചു. നമ്മൾ വിചാരിച്ചു ആ വ്യക്തി ഇതൊക്കെ മാറിയതിന് ശേഷം ഇൻ കേസ് അവർക്ക് ശരിയായ രീതിയിലെങ്കിലും മാറ്റം ഉണ്ടായതിനു ശേഷം ഇവിടെ കൊണ്ടുവരാൻ വിചാരിച്ചതാണ്. പക്ഷെ 1 മന്തോളായി അവർ ട്രീറ്റ്മെന്റിലായിരുന്നു. ഞാൻ നമുക്ക് അവിടുന്ന് ഫോൺ കോൾ വന്നു, ഇങ്ങനെ നാരായണൻ എന്ന വ്യക്തി ഡെത്തായി എന്ന് പറഞ്ഞിട്ട്. അപ്പം തന്നെ നമ്മൾ അവരുടെ ബന്ധുക്കൾക്ക് വിളിച്ചറിയിച്ചു. ആ സമയത്ത് അവരുടെ സിസ്റ്റർ പറഞ്ഞു നമ്മൾക്ക് അവരെ കൊണ്ടുപോകുന്ന ഒരു കണ്ടീഷനില്ല, ബോഡി നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അവർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവർ ക്യൂർ ആയതിനു ശേഷം ഓൾഡ് ഏജ് ഹോമിലേക്ക് കൊണ്ടുപോകാം എന്ന രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബോഡിയും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങളുടേതായത് കൊണ്ട് നമ്മൾ ഏറ്റെടുത്തതാണ്. എങ്ങനെയുണ്ട്? കൃത്യമല്ലേ? ഇതൊരു ഏതൊരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ സാധാരണ സംഭവങ്ങളാണ്. പക്ഷെ ഇതൊക്കെ ഒരു വാർത്തയായിട്ട് കൊടുക്കേണ്ട ഗതികേട് അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് എന്നുകൊണ്ടാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാനിത് പറയുന്നത്. വേണമെങ്കിൽ എന്നെ പലരും പറയുന്നത്, എടാ നീ വെറുതെ ഹിന്ദു ആണ്, നീ എന്തിനാണ് ഈ മുസ്ലിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നു പറയും. എനിക്ക് അവരെ അറിയാവുന്നുണ്ട്, എൻ്റെ പരിസര പ്രദേശത്തൊക്കെ അവരുള്ളതുകൊണ്ട്, അവരുടെ ഒപ്പമാണ് ഞാൻ ജീവിക്കുന്നുള്ളത്, അവരെത്രത്തോളം സുന്ദരമാണെന്ന് അറിയുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ട് മുസ്ലിം ആണോ ഹിന്ദു ആണോ എന്ന ചിന്തയോട് കൂടിയൊന്നല്ല ഞങ്ങൾ ഈ ഒരു ഭൂമിയിൽ ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇടയ്ക്ക് ഇത്തരം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു വെക്കുക എന്നുള്ളത് ആസ് എ യൂട്യൂബർ എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയേറെ ആക്രമിക്കപ്പെടുമ്പോൾ മുസ്ലിങ്ങൾ മുഴുവൻ പ്രശ്നഭരിതമാണെന്നൊക്കെ പറയപ്പെടുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന ചില വാർത്തകളൊക്കെ ഹൈലൈറ്റ് ചെയ്യപ്പെടണം. അങ്ങനെ ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിനെ ഭയപ്പെട്ടിട്ട് അയ്യോ ഞങ്ങളുടെ ആൾക്കാരാണിട്ട് അവനടക്കം ചെയ്തത്, ഞങ്ങളുടെ വണ്ടിയിലാണിട്ട് കൊണ്ടുപോയത് എന്നൊക്കെ പറയുമ്പോൾ എവിടെ എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ട വീഡിയോയിലെ സേവാഭാരതിയുടെ വണ്ടിയും മറ്റും ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. ആ ഒരു പാവം മനുഷ്യനെ കൊണ്ടുപോകുന്ന ചികിത്സയ്ക്കും മറ്റും കൊണ്ടുപോകുന്ന ചിത്രം കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഒറ്റ മിനിറ്റ്, എവിടെ? ഇതാണ് നാരായണേട്ടൻ. അദ്ദേഹത്തെയാണ് ആ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇതില് പോലീസുകാര് ജനപ്രതിനിധികളൊക്കെ കൂടിയിട്ടാണ് ആ പാവ മനുഷ്യനെ ആ വീട്ടിൽ കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുന്ന സമയത്തും നമുക്ക് ഈ പറയുന്ന ഇർഫാന എന്ന് പറയുന്ന ആ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തെ നമുക്കവിടെ കാണാൻ കഴിയും. ഒരു ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നത്. അത് ഭീകരമായ അവസ്ഥയിലായിരുന്നു, അവര് ക്യാൻസർ ആയിരുന്നു. ഇങ്ങനത്തെ ഒരു മനുഷ്യനെ അവർ കൊണ്ടുപോയി ചികിത്സിച്ചു എന്നുള്ളതാണ്. 2 ഭാര്യമാരോ സഹോദരന്മാരോ ആരും നോക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളും മറ്റും, നമുക്ക് അതിലേക്കൊന്നും കടക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ സംഖ്യകളുടെ കള്ളപ്രചരണത്തെ നമുക്ക് പൊളിച്ചു വെക്കുക എന്നുള്ളതാണ്. അവസാനം ആ പാവ മനുഷ്യൻ മരണപ്പെടുന്നു. മരണപ്പെട്ടപ്പോൾ ആരും ഏറ്റെടുക്കാനില്ലാതായപ്പോൾ ആദ്യം അറിയപ്പെടുന്നത് ഈ എന്താ പറയുക, ഈ പറയുന്ന മെമ്പർ തന്നെയാണ്. മെമ്പർ അവരെ ഏറ്റെടുക്കുന്നു, കൊണ്ടുപോയിട്ട് അവരടക്കം ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത്. ഗംഭീരമായ ചർച്ചയാണ്. ഹ്യൂമാനിറ്റി എബൌട്ട് റിലീജിയൻ എന്ന പേരിൽ ബ്രൈറ്റ് ഭാരത് എന്ന് പറയുന്ന ഒരു പേജിലടക്കം വന്നിട്ടുണ്ട്. ഹ്യൂമാനിറ്റി എബൌട്ട് റിലീജിയൻ, കേരളസ് മുസ്ലിം വുമൺ ഇർഫാന ഇക്ബാൽ പെർഫോംസ് ഫുൾ ഹിന്ദു ലാസ്റ്റ് റിച്വൽ ഫോർ 64-year-old അബാൻഡൻഡ് ക്യാൻസർ പേഷ്യന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത പോലും നമുക്ക്
ഇത്തരം പേജുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ള സംഗതി നിങ്ങൾ ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇങ്ങനെയാണ് കാര്യങ്ങൾ. അല്ലാതെ ഈ എന്താ പറയാ, സംഖ്യ ചാപ്പ കിട്ടുന്ന പോലെ അവര് പ്രത്യേക ആ സമയത്തണ്ട് ഉണർന്ന് പ്രവർത്തിച്ചുണ്ടായതൊന്നല്ല. ഈ ഇർഫാൻ ഇക്ബാൽ തന്നെയാണ് ആ റിച്വൽസ് ഒക്കെ നടത്തിയിട്ടുള്ളത്. അതിലൊരു പ്രശ്നവും ഇർഫാൻ ഇക്ബാലിനില്ല. ഇർഫാൻ ഇക്ബാൽ പിന്തുടരുന്ന മതക്കാർക്കും ഒരു പ്രശ്നമില്ല. ആ അടക്കം ചെയ്തതിൽ അവരുടെ കുടുംബക്കാർക്കും പ്രശ്നമില്ല, ആ നാട്ടുകാർക്കും പ്രശ്നമില്ല. പിന്നെ ആർക്കാടെ പ്രശ്നം എന്നുള്ളതാണ് ചോദ്യം. അത് നിങ്ങൾ സ്വയം ആലോചിച്ചാൽ മതി. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.